Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി വനിതാ വിഭാഗം നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് 2024 ആവേശോജ്വലമായ തുടക്കം. കൊരട്ടി പൊങ്ങം നൈപുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ക്യാമ്പസാണ് ഇക്കുറി കളിയുടെ മാമാങ്കത്തിന് വേദി ഒരുക്കിയിരിക്കുന്നത്. നൈപുണ്യ കോളേജ് ക്യാമ്പസിൽ 700ഓളം കായിക താരങ്ങൾ അണിനിരുന്ന മാർച്ച് പാസ്റ്റോടുകൂടി ഉദ്ഘാടന സമ്മേളനം ആരംഭിച്ചു. We are proud that we are going first and Maulana Azad University, Osmania University, Shrivaji Maharaj Nagpur University, Saurashtra University Ranchi, and be a part of today's evening cultural events that we are about to see on. നൈപുണ്യ കോളേജിലെ നൃത്ത സംഗീത ക്ലബ്ബുകളുടെ പ്രകടനം കൊണ്ട് വർണ്ണാഭമായ ഉദ്ഘാടനവേദി ആസ്വാദകർക്ക് മിഴിവേകി. എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. നൈപുണ്യ കോളേജ് വിദ്യാർത്ഥിയും ഇന്ത്യൻ ഇന്റർനാഷണൽ പ്ലെയറുമായ വൈഷ്ണവി എസിന് ബോൾ കൈമാറിക്കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്തത്. You know what is the motto of Olympics in Latin? It is Cesius, Alcius, Forcius, swifter, higher and stronger. And you know, the emblem of Olympics is 5 interunited rings to symbolize the unity of the world of different races, peoples and cultures. And swifter, higher and faster, stronger are the 3 important dimensions of sportsmanship. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറും ചാമ്പ്യൻഷിപ്പ് ജനറൽ കൺവീനറുമായ ഡോക്ടർ VP സക്കീർ ഹുസൈൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. It's a tough task to conduct an intercollegiate competition, especially for football, volleyball, cricket. Around 300 colleges will come and participate in the championship with the 4 zonal competitions. Then it is a very tough task to select the university team. And also the netball has very much popularized. And Kerala is the leading team in the national level scenario. നൈപുണ്യ കോളേജ് പ്രിൻസിപ്പലും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ റവറൻഡ് ഫാദർ ഡോക്ടർ പോളച്ചൻ കൈത്തോട്ടുങ്കൽ സ്വാഗതം ആശംസിച്ചു. മലയാളിയായ ഇന്ത്യൻ അത്ലറ്റ് ജോസഫ് ജി എബ്രാമിനെ വേദിയിൽ ആദരിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ KP മനോജ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് LG ജിലീഷ്, കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP ബിജു, കൊരട്ടി സെന്റ് മേരീസ് ഫൊറോന ചർച്ച് വികാരി ഫാദർ ജോസ് എടശ്ശേരി, നൈപുണ്യ കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേധാവി ഡോക്ടർ ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 56 യൂണിവേഴ്സിറ്റി ടീമുകളാണ് കായികമേളയിൽ പങ്കെടുക്കുന്നത്. ഈ മാസം 7 വരെയാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ആതിഥേയരായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീമിനോടൊപ്പം കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ ഡൽഹി യൂണിവേഴ്സിറ്റിയും 2ാം സ്ഥാനക്കാരായ പഞ്ചാബി യൂണിവേഴ്സിറ്റിയും 3ാം സ്ഥാനക്കാരായ ബംഗളൂരു സിറ്റി യൂണിവേഴ്സിറ്റിയും 4 ദിവസം നീളുന്ന ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കും.